ഓം ശാന്തി. പരമപ്രിയനായ ഭഗവാന്റെ മഹാവാക്യങ്ങൾ കേൾക്കാം. 14/1/2021. बाप कहते हैं, मीठे बच्चे, बाप तुम्हें जो पढ़ाई पढ़ाते हैं वह बुद्धि में रख सबको पढ़ानी है. ബാബ പറയാണ്, മധുരസന്താനങ്ങളെ, ബാബ നിങ്ങൾ കുട്ടികൾക്ക് ഏത് പഠിത്തമാണോ പഠിപ്പിച്ചിരുന്നത് ആ പഠിത്തം നിങ്ങളുടെ ബുദ്ധിയിൽ വെച്ചുകൊണ്ട് പിന്നെ എല്ലാവർക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ഈ ഈശ്വരീയ ജ്ഞാനം, ഭഗവാൻ തരുന്ന ഈ ആധ്യാത്മിക ജ്ഞാനം എല്ലാവരെയും പഠിപ്പിച്ചു കൊടുക്കണം. ഹരേക്കോ ബാപ്ക അവർ സൃഷ്ടി ചക്രക്ക പരിചയ ദേനാഹെ. ഓരോരുത്തർക്കും നിങ്ങൾ പരമാത്മാവാകുന്ന അച്ഛൻ്റെയും ബാബയുടെയും അതുപോലെ തന്നെ സൃഷ്ടിചക്രത്തിൻ്റെയും പരിചയം നൽകണം. ഈ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യം എങ്ങനെയാണ്, പരമാത്മാവാകുന്ന അച്ഛൻ ആരാണ്, എവിടെ വസിക്കുന്നു, ഭഗവാന്റെ കർത്തവ്യം, ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം, സംബന്ധം, ഇതെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. പ്രശ്ന, ആത്മാ സത്യുग में भी पाठ बजाती है और कलयुग में भी, लेकिन अंतर क्या है? ചോദ്യം, ആത്മാവ് സത്യയുഗത്തിലും പാർട്ട് അഭിനയിക്കുന്നുണ്ട്, കലിയുഗത്തിലും പാർട്ട് അഭിനയിക്കുന്നുണ്ട്. പക്ഷേ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തർ, सत्युग में जब पाठ बजाती है तो उसमें कोई पाप कर्म नहीं होता है. ഉത്തരം, സത്യയുഗത്തിൽ പാർട്ട് അഭിനയിക്കുന്ന സമയത്ത് അവിടെ യാതൊരു പാപകർമ്മവും ഉണ്ടാകുന്നില്ല. ഹർ കർമ്മ വഹം അകർമ്മ ഹോ ജാത്ത ഹെ. അവിടെ ഓരോ കർമ്മവും അകർമ്മമായി മാറുകയാണ്, ന്യൂട്രലായ കർമ്മമായി മാറുകയാണ്, പാപവുമല്ല പുണ്യവുമല്ല. ക്യോങ്കി രാവൺ നെയ്യ് ഹെ, കാരണം അവിടെ രാവണനെ ഇല്ല. അതായത് ദേഹബോധം, പഞ്ചവികാരങ്ങൾ, ദുർഗുണങ്ങൾ, ദുശീലങ്ങൾ ഇവയൊന്നും തന്നെ അവിടെ ഇല്ല കർമ്മം തെറ്റാനായിട്ട്. फिर कलयुग में जब पाठ बजाती है तो हर कर्म विकर्म व पाप हो जाता है. പിന്നീടോ കലിയുഗത്തിലേക്ക് വരുമ്പോഴോ പറയാണ്, കർമ്മം വികർമ്മമായി മാറുകയാണ്, അതായത് പാപകർമ്മമായി മാറുകയാണ്. ക്യോങ്കി യഹാം വികാർ ഹെ, കാരണം ഇവിടെ വികാരങ്ങളുണ്ട്. ദ്വാപരയുഗം മുതൽ നമ്മൾ ദേഹബോധത്തിന് വശപ്പെടുന്നു, അങ്ങനെ വികാരങ്ങൾക്ക് വശപ്പെട്ട് കർമ്മം തെറ്റിക്കുകയാണ്. അഭി തും ഹോ സംഗം പർ, ഇപ്പോൾ നിങ്ങൾ കലിയുഗത്തിലുമല്ല സത്യയുഗത്തിലുമല്ല, ഇടയിലുള്ള സംഗമയുഗത്തിലാണ്. തുമേ സാര ജ്ഞാൻ ഹെ, ഈ സമയമാണ് നിങ്ങൾ കുട്ടികൾക്ക് മുഴുവൻ ജ്ഞാനവും ഉള്ളത്. കലിയുഗത്തെക്കുറിച്ചും സത്യയുഗത്തെക്കുറിച്ചും അങ്ങനെ എല്ലാം ഈ സൃഷ്ടിയുടെ മുഴുവൻ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം നിങ്ങൾക്കുണ്ടിപ്പോൾ. മുരളിയിലെ ധാരണ പോയിന്റ്, ഹം സബ് ആത്മരൂപ് മേ ഭായി ഭായി ഹെ. ഒന്നാമത്തത് ധാരണ പോയിന്റ്, നമ്മളെല്ലാവരും ആത്മസ്വരൂപത്തിൽ നോക്കുമ്പോൾ സഹോദരങ്ങളാണ്, ആത്മാവായി നോക്കുമ്പോൾ സഹോദരങ്ങളാണ്. ഇത് പാഠ് പക്ക കർണ അവർ കരാനായി, ഈ പാഠം നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കണം. മറ്റുള്ളവർക്കും ഈ കാര്യം പറഞ്ഞു കൊടുത്ത് അവരുടെ ഉള്ളിലും ഈ കാര്യം ഉറപ്പിക്കണം, നമ്മൾ ആത്മസഹോദരങ്ങളാണെന്നുള്ള പാഠം. അപ്പിനെ സംസ്കാരം കോ യാദ് സേ സമ്പൂർണ്ണ പാവൻ ബനാനാഹെ. ഓർമ്മയിൽ കൂടി, ഈശ്വരന്റെ ഓർമ്മയിൽ കൂടി തൻ്റെ സംസ്കാരങ്ങളെ സമ്പൂർണ്ണ പാവനമാക്കി മാറ്റണം. നമ്മുടെ സംസ്കാരങ്ങൾ അത്രയും ശ്രേഷ്ഠവും ശുദ്ധവും പവിത്രവുമാക്കി മാറ്റണം ഈശ്വരന്റെ ഓർമ്മയിൽ കൂടി. दूसरा पॉइंट, 24 कैरेट सच्चा सोना बनने के लिए कर्म अकर्म विकर्म की गुह्य गति को बुद्धि में रख अब कोई भी विकर्म नहीं करना है. രണ്ടാമത്തെ പോയിന്റ്, 24 ക്യാരറ്റ് സ്വർണം ആകുന്നതിന് വേണ്ടി, അതായത് ആത്മാവ് അത്രയും സതോ പ്രധാനമാകുന്നതിന് വേണ്ടി, അത്രയും പ്യോർ ആകുന്നതിന് വേണ്ടി കർമ്മം അകർമ്മം വികർമ്മം ഇവയുടെ ഗുഹ്യഗതിയെ നമ്മുടെ ബുദ്ധിയിൽ വെക്കണം. ഈ കർമ്മത്തിന്റെ രഹസ്യങ്ങളെ നമ്മൾ ബുദ്ധിയിൽ വെക്കണം. അങ്ങനെ ഇനി മുതൽ ഒരു പാപകർമ്മവും ചെയ്യരുത്. ഈ ജ്ഞാനം നമുക്കിപ്പോൾ ലഭിച്ചു കഴിഞ്ഞു, കർമ്മത്തിന്റെ ഗുഹ്യ രഹസ്യങ്ങൾ ബാബ നമ്മളെ പഠിപ്പിച്ചു. ഇനി നമ്മൾ യാതൊരു വികർമ്മം പാപകർമ്മവും ചെയ്യരുത്. മുരളിയിലെ വരദാൻ, समय पर हर गुण व शक्ति को यूज करने वाले അനുഭവി മൂർത്തി ഭവ. വരദാനം, സമയത്ത് ഓരോ ഗുണങ്ങളെയും ഓരോ ശക്തികളെയും ഉപയോഗിക്കുന്ന അനുഭവി മൂർത്തിയായി ഭവിക്കും. ബ്രാഹ്മൺ ജീവൻ കി വിശേഷത ഹെ അനുഭവം. ബാബ ഓർമ്മിപ്പിക്കുകയാണ്, ബ്രാഹ്മണ ജീവിതത്തിന്റെ വിശേഷതയാണ് അനുഭവങ്ങൾ. ബാബയെ ലഭിച്ചതിന് ശേഷം നമുക്ക് എന്തെല്ലാം അനുഭവങ്ങളുണ്ടായി. ബാബയിൽ നിന്ന് സർവ്വസംബന്ധങ്ങളുടെ അനുഭവം, ബാബയുടെ കൂട്ടുകെട്ടിൻ്റെ അനുഭവം, ബാബയിൽ നിന്നുള്ള സഹായത്തിൻ്റെ അനുഭവം, ഗുണങ്ങളുടെ അനുഭവം, ശക്തികളുടെ അനുഭവം, അങ്ങനെ എന്തെല്ലാം അനുഭവം നമുക്കിപ്പോൾ ഈ ബ്രാഹ്മണ ജീവിതത്തിൽ ലഭിച്ചത്. അതുകൊണ്ട് ബാബ പറയുക, ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷത എന്ന് പറയുന്നത് ഈ അനുഭവങ്ങളാണ്. ഇത്രയും കാലം നമ്മൾ ഭക്തിയിലായിരുന്നു, അവിടെ ജ്ഞാനമില്ലായിരുന്നു, പരിചയമില്ലായിരുന്നു.
ആത്മജ്ഞാനവും പരമാത്മജ്ഞാനവും ഇല്ലായിരുന്നു. അതുകൊണ്ട് സുഖശാന്തിയുടെയോ ശക്തിയുടെയോ ഈശ്വരൻ്റെ ആ കൂട്ടുകെട്ടിൻ്റെ അനുഭവം അത്രയും ഉണ്ടായില്ല നമുക്ക്. ഈ സമയം ബാബയുടെ അറിവ് ലഭിച്ചു, ആ പരിചയം ലഭിച്ചു. അത് കാരണം നമുക്ക് ആ കൂട്ടുകെട്ടിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടാകുകയാണ്. ഗുണങ്ങളുടെ ശക്തികളുടെ അനുഭവങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. अगर एक भी गुण व शक्ति की अनुभूति नहीं तो कभी ना कभी विघ्न के वश हो जाएंगे. അഥവാ ഏതെങ്കിലും ഒരു ഗുണത്തിൻ്റെയോ ഏതെങ്കിലും ശക്തിയുടെയോ അനുഭവം ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ വിഘ്നങ്ങൾക്കൊക്കെ വശപ്പെട്ടു പോകും. ഏതെങ്കിലും ഗുണത്തിൻ്റെയോ ശക്തികളുടെയോ അനുഭവം ഇല്ലെങ്കിൽ നമ്മൾ ചിലയിടത്തൊക്കെ വിഘ്നങ്ങൾക്ക് വശപ്പെട്ടു പോകും. അഭി അനുഭൂതിക്കാ കോഴ്സ് ശുരു കരും. ബാബറ ഇപ്പം നിങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യണം? അനുഭവത്തിൻ്റെ കോഴ്സ് ആരംഭിക്കണം. ഈ സമയം സംഗമയുഗത്തിലാണ് നമുക്ക് ഈശ്വരീയ ശക്തികളുടെയും ഗുണങ്ങളുടെയും ആ ഈശ്വരീയ കൂട്ടുകെട്ടിൻ്റെയൊക്കെ അനുഭവം നിറയ്ക്കേണ്ട സമയം. അതുകൊണ്ട് ബാബറ ഇപ്പം നിങ്ങൾ ഈ അനുഭവത്തിൻ്റെ കോഴ്സ് ആരംഭിക്കൂ. ഹർ ഗുൺ വ ശക്തി രൂപി ഖജാനേക്കോ യൂസ് കരും. അങ്ങനെ നിങ്ങൾ കുട്ടികളുടെ ഉള്ളിലുള്ള ഓരോ ഗുണങ്ങളെയും ഓരോ ശക്തികളെയും ആ ഖജനാവുകൾ, ഗുണങ്ങളും ശക്തികളും നമ്മുടെ ഖജനാവുകളാണ്. ഈ ഖജനാവുകളെ നമ്മൾ ഉപയോഗിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കണം. जिस समय जिस गुण की आवश्यकता है उस समय उसका स्वरूप बन जाओ. ഏത് സമയത്ത് ഏത് ഗുണമാണോ ആവശ്യമായിട്ടുള്ളത് ആ സമയം ആ ഗുണത്തിൻ്റെ സ്വരൂപമായി മാറും. ശാന്തിയുടെ ആണെങ്കിൽ ശാന്തിയുടെ, സ്നേഹത്തിൻ്റെ ആണെങ്കിൽ സ്നേഹത്തിൻ്റെ സ്വരൂപമായി മാറണം. नॉलेज की रीति से बुद्धि के लॉकर में खजाने को रखने ही दो. ബാബറാണ് നമ്മുടെ ബുദ്ധിയാകുന്ന ലോക്കറിൽ ഈ ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ, ജ്ഞാനത്തിൻ്റെ രീതിയിൽ ബുദ്ധിയുടെ ലോക്കറിൽ ആ ഖജനാവുകളെ വയ്ക്കരുത്. യൂസ് കരും, അതിനെ നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ ബുദ്ധിയാകുന്ന ലോക്കറിൽ ഈ ജ്ഞാനം നിറച്ചു വെച്ചാൽ മാത്രം പോരാ, അതിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സമയാസമയങ്ങളിൽ എല്ലാം ഉപയോഗിക്കണം. ഗുണങ്ങളും ശക്തികളും ഇതെല്ലാം സമയത്തിന് ഉപയോഗിക്കണം. ലോക്കറിൽ വെച്ച് പൂട്ടരുതെന്ന് പറയാം. ബുദ്ധിയിൽ വെച്ച് പൂട്ടിയാൽ മാത്രം പോരാ, ബുദ്ധിയിൽ നിറച്ചാൽ മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കണം, യൂസ് ചെയ്യണം. തബ് വിജയി ബൻ സക്കെങ്കിൽ, അപ്പോഴേ നിങ്ങൾ കുട്ടികൾക്ക് വിജയിയാകാൻ കഴിയും. ജ്ഞാനം ബുദ്ധിയിൽ വെച്ചാൽ മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യണം, യൂസ് ചെയ്യണം. അപ്പോഴേ നമുക്ക് വിജയിയാകാൻ സാധിക്കും. അവർ വാരേമേക്ക ഗീത് സദാ ഗാത്തെ രഹെങ്കെ. പിന്നെയോ നമുക്ക് സന്തോഷത്തിൻ്റെ ആ പാട്ട്, ആഹാ ഞാൻ എന്നുള്ള ആ പാട്ട് സദാ പാടിക്കൊണ്ടിരിക്കാനും കഴിയും, ആ സന്തോഷത്തിലിരിക്കാൻ കഴിയും. സ്ലോഗൻ नाजुकपन के संकल्पों को समाप्त कर शक्तिशाली संकल्प रचने वाले ही ഡബിൾ ലൈറ്റ് रहते हैं. സ്ലോഗൻ പറഞ്ഞത് അത് കോമളതയുടെ സങ്കല്പങ്ങൾ, കോമള സ്വഭാവങ്ങൾ, ആ രീതിയിലുള്ള സങ്കല്പങ്ങളെല്ലാം ഇല്ലാതാക്കി ശക്തിശാലി സങ്കല്പങ്ങൾ രചിക്കുന്നവരാണ് ഡബിൾ ലൈറ്റ് ആയിരിക്കുന്നത്. നമ്മുടെ സങ്കല്പങ്ങൾ എപ്പോഴും ശക്തിശാലിയായതായിരിക്കണം. ശുഭവും ശുദ്ധവും ശക്തിശാലിയുമായ ചിന്തകളായിരിക്കണം, സങ്കല്പമായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഡബിൾ ലൈറ്റ് ആയിരിക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ സമാനം പ്രാക്ടീസ് ചെയ്യാം. ഞാൻ സർവഗുണ സമ്പന്നമായ ആത്മാവാണ്, എല്ലാ ഗുണങ്ങളാലും നിറഞ്ഞ ആത്മാ, ശിവബാബയുടെ സന്താനം. സർവഗുണങ്ങളുടെ സാഗരനായ ശിവപരമാത്മാവിൽ നിന്നും ആ ഗുണങ്ങളുടെ പ്രകാശം, ആ രശ്മികൾ നമ്മുടെ ആത്മാവിൽ നിറയുന്നു. നമ്മളിൽ നിന്നും ആ സർവ്വഗുണങ്ങളുടെ പ്രകാശം എല്ലാ ആത്മാക്കളിലേക്കും വ്യാപിക്കുന്നു. അവരും അതിൻ്റെ അനുഭവം ചെയ്യുന്നു. അവരും ആ ഗുണങ്ങളുടെ സ്വരൂപമായി മാറുന്നു. പ്രകൃതിയിലേക്കും ഈ ഗുണങ്ങളുടെ വൈബ്രേഷൻ നിറച്ചു കൊടുക്കുന്നു. ഇങ്ങനെ കണ്ടുകൊണ്ട് ശിവബാബയുടെ ഓർമ്മയിലിരിക്കാം. ഓം ശാന്തി. ഓം ശാന്തി. പത്രപുഷ്പത്തിലെ ജാനകിദാദി, പ്രകാശ്മണിദാദി, ഗുൽസാർദാദി 3 പേരോടും സഹോദരിമാരുടെ സമർപ്പണ സഹോദരിമാരുടെ ഭട്ടിയിൽ സഹോദരിമാർ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പം അവർ പറയുന്ന ഉത്തരമാണ്. ചോദ്യം: जैसे आप दादियों के आपस में दिलों की समीपता है, ऐसे हम सब भी एक दो के समीप कैसे आए? ദാദിമാരുടെ ഇടയിൽ അവർ ഹൃദയം കൊണ്ട് സമീപത്താണ്, ഒരുമയാണ്, നല്ല ഒരുമ അവർക്ക് അവരുടെ എല്ലാവരുടെ ഇടയിൽ നല്ല സ്നേഹമാണ്, ഒരുമയാണ്. അതേപോലെ ഞങ്ങളും സമർപ്പണമായിട്ടുള്ള സഹോദരിമാരും അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബത്തിലുള്ളവരാണെങ്കിലും എല്ലാവരുമായിട്ട് എങ്ങനെയാണ് സ്നേഹത്തോടെ ഒരുമയോട് കൂടി ജീവിക്കുക, അതിൻ്റെ രഹസ്യം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദാദി പറയണം, ബഡോങ്കി ബാത്ത് മേ ഫെയ്ത്ത് റഖ്ന. നമ്മളെക്കാൾ മുതിർന്നവരെന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കണം അവരെ. ഏക് മര്യാദ ഹെ, അതൊരു മര്യാദയാണ്, അല്ലെ, ഭാരതത്തിൻ്റെ സംസ്കാരമാണത്.
मर्यादा को ज़्यादा महत्व देना होता है. മര്യാദയ്ക്ക് महत्व കൽപ്പിക്കണം. जैसे दादी बड़ी है तो सभ्यता कहती है कि उनकी राय मुझे माननी है. ഇവിടെ ബ്രഹ്മകുമാരീസിലെ പ്രകാശ് മണിദാദിനെ ഏറ്റവും മുഖ്യമായിട്ട് വെച്ചിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ബാബ അവരെയാണ് ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് വന്നവരാണ്, പക്ഷേ നിമിത്തം അവരാണല്ലോ. അതുകൊണ്ട് ജാനകി ദാദിയും ഗുൽസാർ ദാദിയും പറയണ ഞങ്ങൾ ദാദി അനുസരിക്കാറുണ്ട്. പ്രകാശ് മണി ദാദി എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാറുണ്ട്, എതിരഭിപ്രായം പറയില്ല. വഹ ബി ദിൽ സെ മാന്നി ഹെ, ഹൃദയം കൊണ്ടത് സമ്മതിക്കണം. ബഡോം കി രായ് മേ സഹയോഗ് ദേനെ മേ ഫായ്ദ ഹെ, മുതിർന്നവർ നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരുമ്പം അതിനോട് നമ്മൾ സഹകരിക്കണം. അതാണ് നമുക്ക് നല്ലത്, നേട്ടം. ഈ ഫറജ് ബി कहता है, അത് നമ്മുടെ കടമയും കൂടിയാണ്. ബാബ कहता है മേരെ സമാൻ ബൻ, ശിവബാബ എന്താ പറയണേ, എനിക്ക് സമാനമാകൂ എന്ന്. तो हम आपस में भी समान बनकर बाबा के पास आए. ബാബയ്ക്ക് സമാനാണെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ ഇടയിൽ തന്നെ ഒരു പരസ്പരം സമാനമാകണം, എന്നിട്ട് വേണം ബാബ അടുത്ത് വരാനായിട്ട്. ബഡേ മേരെ സേ ക്യാ ചാത്തെ ഹെ, സമാൻ വാലെ ക്യാ ചാത്തെ ഹെ, നമ്മളെക്കാൾ മുതിർന്നവർ നമ്മുടെ അടുത്ത് എന്താ ആഗ്രഹിക്കുന്നത്, നമുക്ക് സമാനമായിട്ടുള്ളവർ നമ്മുടെ അടുത്ത് എന്താണ് പ്രതീക്ഷിക്കുന്നത്. ഓർ ജിൻകെ നിമിത്ത് ബനെ ഹെ വഹ ക്യാ ചാത്തെ ഹെ, ആർക്ക് വേണ്ടിയാണ് നമ്മൾ നിമിത്തമായിരിക്കുന്നത്, അവരെന്താ ആഗ്രഹിക്കുന്നത്. तो मेरा फ़र्ज कहता है कभी भूल से भी बड़ों की बात का तिरस्कार नहीं करना. പതി പറയണ എൻ്റെ കടമയാണ് മറന്നിട്ട് പോലും മുതിർന്നവരുടെ നിർദ്ദേശങ്ങളെ നമ്മൾ തിരസ്കരിക്കരുത്, നെഗ്ലക്റ്റ് ചെയ്യരുത്, അനുസരണക്കേട് കാണിക്കരുത്. ദിൽ സേ സ്വീകാർ കർണ ചാഹേ, ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. ഇസ്മേ ബി ജേസാ കാര്യമേ കറുങ്കി മുജേദേ കോർ കറെങ്കി, നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നു നമ്മളെ കണ്ടിട്ടാണ് മറ്റുള്ളവർ പഠിക്കുന്നത്. ഒരാൾ മുതിർന്നവരോട് നെഗ്ലക്ഷൻ കാണിച്ചാൽ മറ്റുള്ളവരും അത് കണ്ടുപഠിക്കും. ഒരാൾ മുതിർന്നവരെ അനുസരിക്കാതിരുന്നാൽ മറ്റുള്ളവരും നല്ലതാരും പഠിച്ചൊന്നുമല്ല, പക്ഷേ ചീത്ത എല്ലാവരും തീർച്ചയായിട്ടും പഠിക്കും. ഹം സബ് ഇസ് ബന്ധൻ മേ ബന്ധേ ഹുയേ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം മറ്റുള്ളവർ നമ്മളെ കണ്ട് പഠിക്കും എന്നതൊരു ബന്ധനമാണ്. സൽക്കർമ്മം ചെയ്യാനായിട്ട് നമ്മളെ ബന്ധിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ബന്ധനത്തിൽ നമ്മളെല്ലാവരും ബന്ധിതരാണ്. അഗർ മേനെ ബഡോं का तिरस्कार किया माना मैंने अपना तिरस्कार करने के लिए बीज बोया, ഞാൻ മുതിർന്നവരെ തിരസ്കരിച്ചാൽ, അവരുടെ അനുസരണക്കേട് കാണിച്ചാൽ, എന്നെ എൻ്റെ താഴെയുള്ളവരെ അനുസരിക്കാതിരിക്കാനുള്ള വിത്ത് ഞാൻ പാകാണ്. അവരെന്നോട് അനുസരണക്കേട് കാണിക്കും. ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് അവരെന്നോട് കാണിക്കാൻ പോണത്, അതിൻ്റെ വിത്ത് പാകാണ്. കോൻ മേരാ സ്വീകാർ കറേക, ഞാൻ മുതിർന്നവർ പറഞ്ഞത് അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് ആരാ അനുസരിക്കുക, ആര് സ്വീകരിക്കും. ജബ് മേരെ മേ ഹി സ്വീകാർ करने की सभ्यता नहीं है, अपने किसी भी अभिमान के वश हमने बड़ों की बात को नहीं माना, നമ്മളിൽ തന്നെ മുതിർന്നവരെ അനുസരിക്കാനുള്ള സഭ്യതയില്ല. നമ്മുടെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട്, നമ്മുടെ അഹങ്കാരമായിരിക്കാം, നമ്മുടെ എന്തെങ്കിലും ഒരു കാരണം, അഭിമാനം കൊണ്ട് നമ്മൾ മുതിർന്നവർ പറയുന്നത് അനുസരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വ ഓരോനെ ബി നോട്ട് കിയ, മറ്റുള്ളവർ നോട്ട് ചെയ്യുന്നുണ്ട്. ഉസ്കി റിസൾട്ട് മേ ഹമാരെ ലിയേ ക്യാ റിഗാർഡ് മിലേഗ, അപ്പോൾ അവർക്ക് നമ്മളെ പ്രതി എന്ത് ബഹുമാനം അവരുടെ മനസ്സിലുണ്ടാവുക, നമ്മൾ മുതിർന്നവരെ അനുസരിക്കുന്ന ഇല്ല എന്നുള്ളത് അവർ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് ബഹുമാനം അവർക്ക് നമ്മളോട് ഉണ്ടാവുക. तो हम फ़र्ज समझकर विवेक से बड़ों की बात स्वीकार करें, അപ്പോൾ എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുതിർന്നവരെന്ത് പറഞ്ഞോ സ്വീകരിക്കണം, ശരി എന്ന് പറയണം. സ്വീകാർ करने से औरों को भी निमित्त बनते हैं, നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവരും നമ്മളെ അനുസരിക്കാൻ ഉള്ള പാഠം അവർ നമ്മളിൽ നിന്ന് പഠിക്കുകയാണ്. അപ്പോൾ അവർക്ക് നല്ലൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ നിമിത്തമാകുകയാണ്. ദൂസര ജോ സമാൻ വാലെ ഹെ ഉൻകോ ബി ഹം അപ്നെ സെ ആകെ റക്കെ, ഇനി നമുക്ക് സമാനമായിട്ടുള്ളവരെ നമ്മൾ നമ്മളെക്കാൾ മുന്നിൽ വയ്ക്കണം. നമ്മൾ മറ്റുള്ളവരെ മുന്നിൽ വയ്ക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മുന്നിൽ വരും. ബ്രഹ്മ ബാബ അങ്ങനെയായിരുന്നു, കുട്ടികളെ മുന്നിൽ വെച്ചു, അതുകൊണ്ട് ബാബ നമ്പർ 1 ആണ് എപ്പോഴും. ബ്രഹ്മ ബാബയേക്കാൾ ബുദ്ധിശാലിയായിരുന്നു ജഗദീഷ് ഭായ്, എന്നിട്ടും ബ്രഹ്മ ബാബ നമ്പർ 1. എന്തുകൊണ്ടാണ്? ബ്രഹ്മ ബാബ മമ്മയെയും ജഗദീഷ് ഭായ് എല്ലാവരും മുന്നിൽ വെച്ചു. മേ ആകെ രഹോ ഏ സെക്കൻഡ് രഹേ, ഞാൻ ആദ്യം, ഇവരൊക്കെ പിന്നാലെ നിൽക്കേണ്ടവരാണ് എന്നല്ല. ബാബ എപ്പോഴും പറയും ആദ്യം കുട്ടികൾ, പെഹലെ ആപ്പ്, അതാണ് ബാബയുടെ മന്ത്രം, ആദ്യം നിങ്ങൾ. തോ ഗാഡി നഹി ചലേഗി, അങ്ങനെയാണെങ്കിൽ വണ്ടി ഓടില്ല. ഇസ്ലിയെ സമാൻ രഖേ ആകെ രഖേ, അതുകൊണ്ട് നമുക്ക് സമാനമായിട്ടെങ്കിലും വെക്കണം, കുറഞ്ഞത് മുന്നിലാണ് വെക്കേണ്ടത്, കുറഞ്ഞ് സമാനമായിട്ടെങ്കിലും വെക്കണം. इससे एक दो के लिए दिल में रेस्पेक्ट पैदा होता है, അങ്ങനെ ചെയ്യുമ്പം പരസ്പരം ഹൃദയത്തിൽ ബഹുമാനം ഉണ്ടാവും. तो रूहानियत और ईश्वरीय स्नेह से सबको सम्मान देने का पुण्य कर्म करें, അതുകൊണ്ട് ആത്മീയത കൊണ്ടും
ബഹുമാനം, എല്ലാവർക്കും ബഹുമാനം കൊടുക്കുക എന്ന ഗുണം കൊണ്ട് എല്ലാവരും പുണ്യകർമ്മത്തിൻ്റെ വിത്ത് വിതയ്ക്കണം. സമാൻ ഭാവസെ ഏക് ദോക്കോ ബാബയ്ക്ക് സമീപിലായി. നമുക്ക് സമാനമാണ് ഇവർ എന്ന ഭാവത്തോടു കൂടി വേണം എല്ലാവരും ഹാൻഡിൽ ചെയ്യാൻ. അങ്ങനെ അവരെ ബാബയുടെ സമീപത്തെത്തിക്കണം. जो भी संपर्क में आए हर एक के प्रति हमारा व्यवहार ऐसा हो. നമ്മുടെ സംബന്ധത്തിൽ വരുന്ന ആരായിക്കോട്ടെ അവരെ പ്രതി നമ്മുടെ പെരുമാറ്റം ഇങ്ങനെ ഉണ്ടാവേണ്ടത്. ജോ സദാക്കേലെ ഛാപ്പ് ലഗിജായി, സദാകാലത്തേക്കുള്ള മുദ്ര പതിയിപ്പിക്കപ്പെടണം. സംഘടനമേ ലവ് കെ ബിഗർ റെസ്പെക്റ്റ് കോയി കാം കാ നഹി ഹെ. സംഘടനയിൽ സ്നേഹവും ബഹുമാനവും ഇല്ലെങ്കിൽ ആ സംഘടനയെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ആ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അത് വിഘടിക്കും. ദിൽ സെ സച്ചാ പ്യാർ ഹെ तो उसकी निशानी है സഭ്യത അനുസാർ ഹമാരാ ബോൽ. ഹൃദയത്തിനുള്ളിൽ സത്യമായിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാക്കാണ് അതിന് തെളിവ്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, നമ്മുടെ സങ്കല്പം, നമ്മുടെ സംസാരം, നമ്മുടെ വൃത്തി, വൈബ്രേഷൻ, അതിലൊക്കെ ആ സ്നേഹം കാണാൻ പറ്റും. ഹൃദയത്തിലുണ്ടെങ്കിൽ അത് പെരുമാറ്റത്തിൽ താനേ പുറത്തേക്ക് വരും. സബ് ദേഖേ കി ഇൻകാ ആപസ് മേ വ്യവഹാർ മേ കിത്നി സഭ്യത ഹെ. പുറത്തുള്ളവർ കാണുമ്പോഴും അവർക്ക് തോന്നണം ഇവർക്ക് പരസ്പരം നോക്കി എത്ര സ്നേഹവും പരസ്പരം എത്ര ബഹുമാനമാണ്, എത്ര സഭ്യമായിട്ടാണ് ഇവർ പെരുമാറുന്നത് എന്നവർക്ക് മനസ്സിലാവണം. विचारों में कभी किसका हाँ होता है किसका ना होता है, लेकिन ना होते हुए भी हम दिल का प्यार और റെസ്പെക്റ്റ് नहीं छोड़े. അഭിപ്രായങ്ങൾ ചിലർ ഈ ഒരു അഭിപ്രായത്തിനോട് ഹാ എന്ന് പറയും, ചിലർ അതേ അഭിപ്രായത്തിനോട് അല്ല, അവരുടെ അഭിപ്രായത്തിൽ ഇത് ശരിയല്ല എന്ന് തോന്നുമായിരിക്കാം. ആയിക്കോട്ടെ, ചിലർ സമ്മതിക്കും, ചിലർക്ക് അഭിപ്രായം അതിനെതിരഭിപ്രായമായിരിക്കാം. പക്ഷേ ബഹുമാനവും സ്നേഹവും കളയരുത്. സ്നേഹത്തോടെ വേണം പറയാൻ, എൻ്റെ അഭിപ്രായത്തിൽ ഇതിങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്, ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന് സ്നേഹത്തോടെ പറയാം, ബഹുമാനത്തോടെ പറയാം. അഭിപ്രായങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞിട്ട് സ്നേഹം കളയേണ്ട ആവശ്യമില്ല, ബഹുമാനം കളയേണ്ട ആവശ്യമില്ല. ചാഹെ ഉൻകി നാ മുജേ ഹി നഹി മഞ്ജൂർ ഹെ. അവർ എതിരഭിപ്രായം പറഞ്ഞാൽ എനിക്ക് സമ്മതമല്ല എന്ന് വരാൻ പാടില്ല. അവരുടെ എതിരഭിപ്രായം അവർ പറയുമ്പോഴും സ്നേഹത്തോടെ കേൾക്കണം. വേറൊരു രീതിയിൽ ചിന്തിക്കാമല്ലോ, നല്ലതല്ലേ? പല കോണിൽ കൂടെ ഒരു കാര്യങ്ങൾ കാണുമ്പോഴല്ലേ കാര്യം ഏറ്റവും ഭംഗിയായിട്ട് യഥാർത്ഥമായിട്ട് കാണാൻ പറ്റുക. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാട് വേറെ, അവരുടെ കാഴ്ചപ്പാട് വേറെയാണ്. പക്ഷേ നമ്മൾ അത് കേൾക്കുമ്പം നിൻ്റെ കാഴ്ചപ്പാട് എനിക്ക് ഇഷ്ടമല്ല എന്ന ഭാവം പ്രകടമാകരുത്. നിൻ്റെ അഭിപ്രായവും അല്ലെ ഒരു ഡിഫറെൻറ്റ് വേറൊരു കോണിൽ കൂടെ വേറൊരു കാഴ്ചപ്പാടിൽ കൂടെ അത് കാണുന്നതും ഒന്ന് മനസ്സിലാക്കാം എന്ന ഭാവത്തോടെ വേണം അത് കേൾക്കാനായിട്ട്. ഹം ശരീക് ഹെ തോ ബി ഏക് ദോ കോ സ്നേഹ റെസ്പെക്ട് റിഗാർഡ് സെ ഇഷാരാദേ. നമുക്ക് സമാനമായിട്ടുള്ളവരെന്തെങ്കിലും തെറ്റിയതെന്ന് തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം വേറെയാന്നിരിക്കട്ടെ, അപ്പോൾ ബഹുമാനത്തോടെ തന്നെ സംസാരിക്കണം, സ്നേഹത്തോടെ തന്നെ പെരുമാറണം, വളരെ ബഹുമാനത്തോടെ സൂചന കൊടുക്കണം. കറക്ഷൻ കൊടുക്കല്ല, സൂചന കൊടുക്കുക. തോ മേ സമസ്തി ഹോ ഉസ്സേ ടീക്ക് ഹോ സക്താ ഹെ. അപ്പം സംഘടനയിൽ ഒരുമയുണ്ടാവും. ഹം റിക്വസ്റ്റ് നാ കറേ ഗംഭീരത സെ പ്യാർ സെ പെഹലെ സ്വീകാർ കർ ലേ. നമ്മൾ ആദ്യം വളരെ സ്നേഹത്തോടെ സീരിയസ് ആയിട്ട് ഗംഭീരതയോടെ സ്വീകരിക്കുക. താക്കി സ്നേഹയുക്ത സംബന്ധം ഹമാര പക്കാ രഹേ. നമ്മൾ കാര്യം നടക്കുന്നതിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ സംബന്ധത്തിലുള്ള സ്നേഹത്തിനാണ്. ഫിർ സമയമായേഗ വഹ അപ്പനെ ആപ്പ് ഹമാരി ബാത് കോ സ്വീകാർ കരേഗ. പിന്നെ സമയം വരുമ്പം അവർക്ക് തന്നെ മനസ്സിലാവും അവരുടെ അഭിപ്രായം തെറ്റായിരുന്നു, നമ്മൾ പറഞ്ഞായിരുന്നു ശരിയെന്ന്, അപ്പോൾ അവരത് സ്വീകരിച്ചോളും. अगर कोई बात हमारे स्वीकार नहीं की, मेरा चेहरा ऐसा हुआ तो आप हमारी बात को सुनने के लिए तैयार नहीं होंगे. അവരെന്തെങ്കിലും പറഞ്ഞ കാര്യം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നിരിക്കട്ടെ, അത് മുഖത്ത് പ്രകടമാക്കിയാൽ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ കാര്യം അവരും അംഗീകരിക്കാൻ തയ്യാറാവില്ല. അത് മുഖത്ത് പ്രകടമാകരുത്, സ്നേഹത്തോടെ തന്നെ അത് കേൾക്കണം. ആ ഇഷ്ടക്കുറവ് മുഖത്ത് കാണിക്കരുത്. तो हम शरीक यानी സമാൻ വാലോം കെ സാത്ത് സ്നേഹയുക്ത സംബന്ധക്കോ മഹത്വ ദേന. അതുകൊണ്ട് നമുക്ക് സമാനമായിട്ടുള്ളവരുടെ ഇടയിൽ സ്നേഹയുക്തമായിട്ടുള്ള സംബന്ധം കാത്തു സൂക്ഷിക്കണം. കാര്യം നടക്കുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ സംബന്ധത്തിൽ സ്നേഹം ഉണ്ടാകുക എന്നതാണ്. കാര്യം നടന്നില്ലെങ്കിൽ നടക്കേണ്ട, അവിടെ ഇരിക്കട്ടെ, അത്ര നടന്നാൽ മതി. പക്ഷെ സംബന്ധത്തിൽ സ്നേഹത്തിൽ ഒലച്ചിലുണ്ടാവരുത്. സ്നേഹോ സഹയോഗ് സേ ഹർ കാര്യമേ സഫലത മിൽത്തി ഹെ. സ്നേഹവും സഹയോഗം ഉണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും തീർച്ചയായിട്ടും സഫലത ലഭിക്കും. അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, കൈ ബാർ जब लवफुल बनते हैं तो लगता है कि ये बहुत लूज है
और लॉफुल बनते हैं तो लगता है कि यह बहुत स्ट्रिक्ट है, तो बैलेंस नहीं रह पाता है. उसके लिए क्या किया जाए. കാരണം പലപ്പോഴും നമ്മൾ അഡ്മിനിസ്ട്രേഷനിലെ ആൾക്കാർ, സെൻറ്റർ നടത്തുന്ന സിസ്റ്റർ ആയിക്കോട്ടെ, കുടുംബത്തിലെ ഗൃഹനാഥി ആയിക്കോട്ടെ, സ്കൂളിൽ ടീച്ചർ ആയിക്കോട്ടെ, ഓഫീസിലെ മാനേജർ ആയിക്കോട്ടെ, അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ, തലപ്പത്തുള്ള ആൾക്കാർ. അത് കുടുംബമായിക്കോട്ടെ, സംഘടന ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, നമ്മൾ കുറച്ച് നിയമത്തിൽ നമ്മൾ ഒന്ന് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റാന്ന് പറയും. നമ്മൾ കുറച്ച് ലൂസായിട്ട് ഇവിടെയാണെങ്കിൽ പറയാം അവർക്ക് ഒരു നിയമവും മര്യാദയില്ല എന്ന് പറയും, അവർ ലൂസാണെന്ന് പറയും. അപ്പം എങ്ങനെയാണ് ഇത് ബാലൻസ് വെക്കേണ്ടത്? ലോ രണ്ടും എങ്ങനെയാണ് ബാലൻസ് വെക്കേണ്ടത്? ഒത്തിരി അങ്ങ് ലൂസാകാനും പാടില്ല, ആൾക്കാർ അതിനെ ചൂഷണം ചെയ്യാൻ പാടില്ല, നിയമങ്ങൾ തെറ്റിക്കാൻ പാടില്ല. നമ്മൾ ഒരുപാട് ലൂസാണെങ്കിൽ ആൾക്കാർ നിയമം തെറ്റിക്കും. നിയമം തെറ്റിക്കരുത്. ഒരുപാട് സ്ട്രിക്റ്റ് ആയാലും ആൾക്കാർ അസ്വസ്ഥരാകും. എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം ഇന്നത്തെ കാലത്ത്. അപ്പോൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഉത്തരം ജാനകി ദാദിയാണ് ഉത്തരം പറയുന്നത്. ദാദി പറയാണ്, ഇസ്മേ സച്ചായി സഫായി ഓർ സാദഗി ബഹുത് ചാഹിയെ. അഡ്മിനിസ്ട്രേഷനിലുള്ളവർക്ക് ബാബ എപ്പോഴും പറയുന്നുണ്ട്, ഇൻചാർജ് ആവണമെങ്കിൽ ആദ്യം ഇൻചാർജ് ആവണം, അകത്തെ ചാർജ് ചെയ്യണം എന്ന്. അതുകൊണ്ട് ഇവിടെ വേണ്ടത് സാധന, പുരുഷാർത്ഥം, പിന്നെ സത്യസന്ധത. നമുക്ക് സത്യമായിട്ട് അവരുടെ സ്നേഹം ഉണ്ടെങ്കിൽ അതിന് ഫലം കിട്ടും തീർച്ചയായിട്ടും. പിന്നെ മനസ്സിൻ്റെ ശുദ്ധി, സത്യസന്ധത, മനസ്സിൻ്റെ ശുദ്ധി, സാധന, ഈ മൂന്നാണ് ഇവിടെ വേണ്ടത്. ഹം എക്കണോമി സെ ചലത്തെ ഹെ, നമ്മൾ വളരെ എക്കണോമിയോട് കൂടിയാണ് മുന്നോട്ട് പോണത്. ഏകക്കെ നാം സെ ചലത്തെ ഹെ, എന്തുണ്ടെങ്കിലും ബാബ, ഞാൻ എന്ന് പറയരുത്. തോൽവി വരുമ്പോൾ നമ്മൾ പറയണം, ഞാൻ അൾട്ടിമേറ്റ് ഡെസിഷൻ എൻ്റെ ആണല്ലോ, ഞാനാണല്ലോ തീരുമാനം എടുത്തത്. അതുകൊണ്ട് തോൽവിയുടെ സമയത്ത് ഞാൻ ഉത്തരവാദിയാന്ന് പറയണം. വിജയത്തിൻ്റെ സമയത്ത് ഞാനാണ് എൻ്റെ അഭിപ്രായ പ്രകാരം ചെയ്തുകൊണ്ടാണ്, എൻ്റെ സാമർത്ഥ്യമാണ്, എൻ്റെ കഴിവെന്ന് പറയരുത്, ബാബ എന്ന് പറയണം. ഏക്ക് നാമി എക്കണോമി, എല്ലാ കാട്ടിലും എക്കണോമിയും വേണം. ധാരാളത്തുണ്ടെങ്കിലും കൂടെ ഉള്ളവർക്ക് നമുക്ക് സഹകരണം തരില്ല, കൂടെയുള്ളവർ സഹകരിക്കില്ല. അവർക്കറിയാമല്ലോ ഇത് എത്ര കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതാണെന്ന്, അതുകൊണ്ട് സഹകരിക്കില്ല. അതുകൊണ്ട് എക്കണോമി വേണം എല്ലാ കാര്യത്തിലും. പിന്നെ അതേ സമയത്ത് ഏക്ക് നാമി ആയിരിക്കണം, എന്തുണ്ടെങ്കിലും ബാബ എന്ന് പറയണം. ഹമാരെ ഈസ് ഈശ്വരീയ ഗവൺമെൻറ് മേ നാ കറപ്ഷൻ നാ കോമ്പറ്റീഷൻ. ഈ ഈശ്വരീയ ഗവൺമെൻറ്റിൽ 3 C ഇല്ല: കറപ്ഷൻ, കോമ്പറ്റീഷൻ, ക്രിറ്റിസിസം. ഈ 3 ഇല്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉടനെ ഞങ്ങൾക്ക് കറക്ഷൻ കൊടുക്കരുത്, അങ്ങനെയല്ലേ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സങ്ങ് തളർന്നു പോകും, അവർ ഡീമോട്ടിവേറ്റഡ് ആകും, കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രോത്സാഹനം അവർക്ക് നഷ്ടപ്പെടും. കിസിക്ക് ക്രിട്ടിസൈസ് കർണ ലോ നഹി ഹെ, ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുന്നതും നിയമവിരുദ്ധമാണ്. ഇസി ആധാർ पर ഭഗവാൻ अपना काम अपने बच्चों से करा रहा है. ഈ ആധാരത്തിലാണ് ബാബ തൻ്റെ കുട്ടികളിൽ കൂടെ തൻ്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കറക്ഷൻ പാടില്ല, ക്രിറ്റിസിസം പാടില്ല, കറപ്ഷൻ പാടില്ല. ऐसे हम कराए तो സന്തുഷ്ടി രഹേഗി. അങ്ങനെ നമ്മൾ നടന്ന് മറ്റുള്ളവരെ അങ്ങനെ നടത്തിക്കുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവിടെ സംതൃപ്തി ഉണ്ടാവും. ഇപ്പോൾ ഗുൽസാർ ദാദ എന്നെ പറയണേ, ലോ പുറത്തോ ഹമേ ഹറേക്കോ ചലന ഹി ഹെ. നിയമപ്രകാരം നമ്മൾ ഓരോരുത്തർക്കും നടന്നേ പറ്റൂ, എല്ലാവരും നിയമം അനുസരിക്കണം. നമ്മൾ ലോ ബ്രേക്ക് ചെയ്താൽ സംഘടനയിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. നിയമം തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടെയാണോ നിയമമില്ലാതെ അവിടെ പിളർപ്പുണ്ടാവും, 2 ഗ്രൂപ്പാവും. പിന്നെ സബ് കായദേ ടൂട്ട് ജായെങ്കിൽ എല്ലാവരും പിന്നെ നിയമം തെറ്റിക്കും, പിന്നെ ഒരു നിയമം ഉണ്ടാവില്ല. ലേക്കിൻ കായദേ പർ ചലാത്തെ ബി ഹർ ആത്മാക്കെ പ്രതി ദിൽ പർ പ്യാർ. നിയമപ്രകാരം നടന്നിട്ടും മറ്റുള്ളവരെ നടത്തിയിട്ടും നമുക്ക് ഉള്ളിൽ നിന്ന് എല്ലാവരോടും സ്നേഹം വേണം, തീർച്ചയായിട്ടും സ്നേഹം ഉണ്ടാവണം. നിയമം പറയുമ്പോൾ സ്നേഹത്തോടെ പറയണം. ഉസ്കെ പ്രതി ഘൃണാക്ക ഭാവനാഹും, ആരുടെ വെറുപ്പിൻ്റെ ഭാവം ഉണ്ടാവരുത്. ഘൃണാഭാവക്കെ കാരൻ കോയി ഏസാ ശബ്ദ നഹി നിക്കലേ. വെറുപ്പിൻ്റെ ഭാവത്തിൽ നിന്ന് ഒരു വാക്ക് പോലും നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. कोई शिक्षा भी ऐसी निकलती है तो उस आत्मा के लिए लॉ हो जाता, ലവ് नहीं रहता. ചിലർ ആർക്കെങ്കിലും എന്തെങ്കിലും കറക്ഷൻ കൊടുക്കുകയാണ്, ഉപദേശം കൊടുക്കുകയാണെങ്കിലും ലോ പറയണ പോലെ ഉണ്ടാവും, സ്നേഹം അവിടെ ഉണ്ടാവാറില്ല. इसलिए ലോ ഭലേ സുനാവോ ലേക്കിൻ റഹം ദിൽ ഹോക്കർക്ക്. അവിടെ നിയമം പറഞ്ഞോളൂ, പക്ഷേ സ്നേഹത്തോടെ പറയണം. തെറ്റ് ചെയ്തവർ ആദ്യം ക്ഷമിച്ചതിന് ശേഷം പിന്നെ പറഞ്ഞു കൊടുക്കണം. തെറ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് പറയുമ്പോൾ നമ്മുടെ വാക്കുകളിൽ അത്ര മൂർച്ചയുണ്ടാവും, റിസൾട്ട് കിട്ടില്ല. ശുഭഭാവന ശുഭകാമനയോടുകൂടി വേണം പറയാനായിട്ട്. ശുഭഭാവന ശുഭകാമനയോടുകൂടി നിയമം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ലവ് ആൻഡ് ലോ ബാലൻസ് ഉണ്ടാവും.
അപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ തോന്നും. ബാക്കി നിയമങ്ങൾ തന്നെ ഇങ്ങനെ അടുക്കി പറഞ്ഞുകൊണ്ടിരുന്നാലോ, നിനക്കിത് അറിഞ്ഞൂടെ, ഇതുപോലെ അറിഞ്ഞൂടെ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലോ അവർ പേടിക്കും, അല്ലെങ്കിൽ അവർ വയലൻ്റ് ആവും. कई बार ऐसा होता है उसको बिना प्यार के ऐसे ही सीधा कहा जाता है, तो उसकी बुद्धि में जो ज्ञान होता है वह भी निकल जाता है. ചില ആൾക്കാർ ചിലരോട് കാര്യങ്ങൾ പറയുമ്പോൾ നിയമം അങ്ങ് അട്ടിച്ചേൽപ്പിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കും, സ്നേഹം ഒട്ടും ഇല്ലാണ്ട് തൊട്ട് വിളിക്കാതെ. അവരുടെ ബുദ്ധിയിലുള്ള ജ്ഞാനവും ചോർന്നു പോകും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. इसलिए एक ശുഭഭാവന एक ശുഭകാമന ഓർ സ്നേഹോ, അതുകൊണ്ട് എല്ലാവരെയും പ്രതിയും ശുഭഭാവനയും ശുഭകാമനയും ഉണ്ടായിരിക്കണം, സ്നേഹം ഉണ്ടായിരിക്കണം, വെറുപ്പ് ഒട്ടുമേ ഉണ്ടാകാൻ പാടില്ല, ദയുള്ളവരായിരിക്കണം. അപ്പം സ്നേഹവും നിയമവും ബാലൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, കാര്യങ്ങൾ പറയണമെങ്കിൽ, അങ്ങനെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ സഹജമായിട്ട് സഫലത ലഭിക്കും. നിയമം നമ്മൾ ഒരിക്കലും ത്യജിക്കാൻ പാടില്ല, വിടാൻ പാടില്ല. പക്ഷേ ദയുള്ളവരായിട്ട് വേണം നിയമം ഹാൻഡിൽ ചെയ്യാൻ. ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹവും ശുഭഭാവന ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് നല്ല ഫലം തരും, കേൾക്കുന്നവർക്ക് അതനുസരിക്കാൻ തോന്നും, നല്ല ഫലം ലഭിക്കും. ഇനി പ്രകാശ് മണി ദാദിയോട് ചോദിക്കുകയാണ്, അല്ല പ്രകാശ് മണി ദാദി അതിന് ഉത്തരം പറയാണ്. ബാബ ने जितना हमें लव से चलाया उतना लॉ भी सिखाया है. ബ്രഹ്മ ബാബ വളരെ സ്നേഹത്തോടെയാണ് ഞങ്ങളെ വളർത്തിയത്, പക്ഷേ നിയമവും കാണിച്ചിട്ടുണ്ട്. ലവ് മേ ലാത്ത, സ്നേഹത്തിൽ നിയമം ഉണ്ടായിരുന്നു. സിർഫ് ലോ അക്കേല നഹി, വെറും സ്നേഹമില്ലാത്ത വരേണ്ട ഒരു നിയമമല്ല. इसलिए जब बाबा जब भी कोई इशारा करता था तो पहले बाबा ऐसे दिखाता था जैसे बच्चे को प्यार किया जाता है. അതുകൊണ്ട് ബ്രഹ്മ ബാബ എന്ത് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണെങ്കിലും, എന്തെങ്കിലും കറക്ഷൻ തരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം കൊച്ചുകുട്ടികളിങ്ങനെ ഉമ്മ വയ്ക്കില്ലേ, അതുപോലെ ഉമ്മ വെച്ചിട്ട് പിന്നെ പറയുക, മക്കളെ എന്ന് വിളിച്ചിട്ട് അങ്ങനെ ഉമ്മ വെച്ചിട്ട് ഇങ്ങനെയാണ് വേണ്ടത്, ഇതാണ് ശരി, ഇത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യരുത്, ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്നേഹത്തോടെ. എന്നിട്ട് ലാസ്റ്റ് മുതുകത്ത് തട്ടിക്കൊടുക്കുക, സബാഷ് മിടുക്കൻ ആകും, മിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മുതുകത്തും തട്ടിക്കൊടുക്കുകയും ചെയ്യും. तो पहले बाबा ऐसा दिखाता था जैसे बच्चे को प्यार किया जाता है, पीठ तब तपाई जाती है, ऐसा करता था. അങ്ങനെ ആദ്യം കവള പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ട് പിന്നെ മുതുകത്ത് ലാസ്റ്റിൽ പറഞ്ഞതിന് ശേഷം മുതുകത്ത് തട്ടിയും കൊടുക്കും. फिर जैसे माँ मीठी मीठी चुनरी पहनती वैसे कोई ऐसी बात बाबा को देनी होती है तो बाबा बड़े प्यार से इशारे में कह देता था जो कोई भी यही नहीं सोचे कि ऐसा क्यों कहा. എങ്ങനെ അമ്മ മക്കളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറില്ല, അതേപോലെ ബ്രഹ്മ ബാബ വളരെ എല്ലാം മുഴുവനും കേൾക്കും. ഇടയിൽ വെച്ചൊന്നും വർത്തമാനം പറയില്ല, മുഴുവനും കേൾക്കും. അതിനുശേഷം വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്നിട്ട് എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് തോന്നാത്ത രീതിയിലാണ് പറഞ്ഞു കൊടുക്കുക. ഉസ്മേ ക്യൂ നഹി ആത്തി, എന്തുകൊണ്ട് എന്ന് ആർക്കും ചോദ്യമേ വരില്ല ബാബ പറഞ്ഞു കഴിയുമ്പോൾ. സമജ് ജാത്തെ थे कि बाबा ने हमें ये इशारा दिया, ബാബ എനിക്ക് ഇന്ന സൂചന തന്നു എന്നവർക്ക് മനസ്സിലാവും എന്താണ് ബാബ പറഞ്ഞത്. അമ്മമാർ കുട്ടികളെ 2 അടിയൊക്കെ കൊടുത്തിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുകയില്ല എന്താ കുഴപ്പം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുകയില്ല. ആദ്യം തന്നെ നല്ല അടി കൊടുക്കും, എന്നിട്ട് എന്തൊക്കെയോ പറയും, കുട്ടികളുടെ തലയിൽ അത് കയറില്ല. വാതിൽ ഡബിൾ ലോക്കിട്ട് പൂട്ടിയിട്ട് പിന്നെ അകത്ത് കയറാൻ ശ്രമിക്കുന്ന പോലെ ആദ്യം ദേഷ്യം വന്ന് നല്ല വഴക്കൊക്കെ പറഞ്ഞ് 4 അടിയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഈ വഴക്കിലൂടെ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതുപോലെ അറിയില്ലെന്നൊക്കെ പറയുന്നു. പക്ഷെ അതൊന്നും കുട്ടികളുടെ തലയിൽ കയറുകയില്ല. എന്നുവെച്ചാൽ ഡബിൾ ലോക്കിട്ട് വാതിൽ പൂട്ടി ദേഷ്യപ്പെട്ട് 2 അടിയൊക്കെ കൊടുത്തപ്പോഴേക്കും ബാബ അങ്ങനെയായിരുന്നില്ല. ബാബ കവളത്തെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഉമ്മയൊക്കെ വെച്ചിട്ട് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ തോളത്ത് തട്ടിയും കൊടുക്കുമ്പോൾ അമ്മ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ തോന്നും. എന്തുകൊണ്ട് ബാബ ഇങ്ങനെ പറഞ്ഞു എന്നവർക്ക് തോന്നാറില്ല. ബാബ എനിക്ക് ഇന്ന സൂചന തന്നു, ഞാൻ ഇനി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നവർക്ക് മനസ്സിലാവും. ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്താൽ ഇത്ര ദോഷമുണ്ട് എന്നവർക്ക് മനസ്സിലാവുമായിരുന്നു. ജോ ഹമേ പൂര അറ്റൻഷൻ റക്ക് ആകെ ബഡ്നാ ഹെ, എനിക്ക് ഈ വിഷയത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് മുന്നോട്ട് പോകണം എന്നവർ മനസ്സിലാക്കും. തോ ബാബ കെ ലവ് മേ ഹി ലോ മേ ലവ് ത, അതുകൊണ്ട് ബാബയുടെ സ്നേഹത്തിൽ നിയമം ഉണ്ടായിരുന്നു, നിയമത്തിൽ സ്നേഹം ഉണ്ടായിരുന്നു. बाबा को कभी भी हमने ऐसा नहीं देखा जो हर कदम में कोई शिक्षा ना हो. ബാബയുടെ ഓരോ ചുവടിലും നമുക്ക് പഠിക്കാനുണ്ടാവും. ബാബയുടെ ഒരു ചുവടെങ്കിലും പഠിക്കാൻ ഒന്നുമില്ലാത്തതായിട്ട് ഉണ്ടായിരുന്നേ ഇല്ല, കണ്ടു പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഞാൻ ചെന്നൈയിൽ സറണ്ടറായ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അവിടെയുള്ളവരെല്ലാവരും
സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ പോലും ശബ്ദമേ കേൾക്കില്ല. ടക്ക ടക്ക ടക്കെന്ന് ഓൺ ചെയ്തിട്ട് നമുക്ക് ശീലം. പക്ഷെ അവർ ശബ്ദമില്ലാണ്ട് ഇങ്ങനെ ഓൺ ചെയ്യുക ഓഫ് ചെയ്യുമ്പോഴൊക്കെ ശബ്ദം പോലും വരില്ല. ആ ഒരു കസേരയിൽ നിന്ന് എണീക്കുമ്പോൾ കസേരയ്ക്ക് ശബ്ദമേ ഉണ്ടാവില്ല, കസേരയിലിരിക്കുമ്പോൾ ശബ്ദമേ ഉണ്ടാവില്ല, പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുമ്പോൾ ഒച്ചയുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും നമുക്ക് പഠിക്കാനുണ്ടാവും ഓരോരുത്തരിൽ നിന്നും. ജബ് ഹം ബാബ കെ പാസ് ആത്തേ തേ തോ ബാബ കൂ പ്യാർ കർത്താ താ. ഞങ്ങൾ ബാബ അടുത്ത് വരുമ്പോൾ ബാബയുടെ നന്നായിട്ട് അങ്ങ് സ്നേഹിക്കുമായിരുന്നു, പുറത്ത് സ്നേഹം പ്രകടിപ്പിക്കുമായിരുന്നു. ജബ് ജാത്തേ തേ തോ ബാബ കോയി നാ കോയി ഇഷാരാക്കാർ ഹി ദേത്താ താ. മധുബനിലേക്ക് ഗ്രൂപ്പായിട്ട് വരുമല്ലോ, അപ്പം വളരെയധികം സ്നേഹം കൊടുക്കും ബാബ. അതിന് തിരിച്ചു പോകുമ്പോൾ ബാബ സ്പെഷ്യലി എന്തെങ്കിലും ഒരു കാര്യം പറയും, ഈ വിഷയത്തിൽ പുരുഷാർത്ഥം ചെയ്യണം, ഇന്ന വിഷയത്തിൽ അറ്റൻഷൻ കൂടുതൽ വയ്ക്കണം, നീ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ജോ ദിൽ മേ ധാരൺ കർ സോ സമജ് ആകെ ജാവേ. അത് ഹൃദയത്തിൽ ധാരണ ചെയ്തിട്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ, അത് ജീവിതത്തിൽ ഉണ്ടാവണം എന്ന അറ്റൻഷൻ വയ്ക്കാനായിട്ട് എന്തെങ്കിലും കാര്യം ബാബ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഈസ് ബാത് കാ വിശേഷ് ധ്യാൻ ദേനാ ചാഹിയെ. ഇന്ന വിഷയത്തിൽ എനിക്ക് സ്പെഷ്യൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഞാൻ ഇന്ന വിഷയത്തിൽ ഞാൻ വിശേഷിച്ച് ശ്രദ്ധിക്കണം എന്നൊരു സൂചന എനിക്ക് ബാബ അടുത്ത് നിന്ന് പോകുമ്പോൾ കുട്ടികൾക്ക് കിട്ടുമായിരുന്നു. तो हम कोई भी बात किसी भी देखे तो ऐसे नहीं तुरंत कह दे कि तुमने यह क्यों किया. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ ഉടനെ പെട്ട് നീ എന്തേ കാണിച്ചത് എന്ന് പറയരുത്. ഏ ഹമേ പസന്ദ് നഹീ ഹെ, നീ ചെയ്തത് എനിക്കിഷ്ടമല്ല, ഇതൊന്നും എനിക്കിഷ്ടമല്ല എന്ന് പറയരുത്. ഇത് തെറ്റായിട്ടുള്ള പ്രവൃത്തിയാണ്, ഇത് ശരിയായ കാര്യമല്ല എന്ന് പറയരുത്. പഹലെ ഉസെ പ്യാർ സെ സത്കാർ ദോ. ആദ്യം അവർക്ക് സ്നേഹം കൊടുക്കൂ, അവരെ ബഹുമാനിക്കൂ. ഫിർ ഉൻകെ ധ്യാൻ പർ കോയി ബാത് ദോ. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരൂ, പറയാനുള്ള കാര്യം അവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്തു. ഞാനിങ്ങനെ കണ്ടു അല്ലെങ്കിൽ ഇന്നത് കേട്ടു, ഡോണ്ട് മൈൻഡ്, സാരമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സാരമില്ല, കാര്യമായിട്ട് എടുക്കണ്ട, ഭാവിയിൽ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കൂ. തോ ആപ്പസ്മേ ലവ് ജറൂർ വെക്കൂ. അതുകൊണ്ട് പരസ്പരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായിരിക്കണം. കിസിക്ക് ബുരായിക്കോ ദേക്ക് വ്യവഹാർ നഹി കറോ. മറ്റുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ അതിൽ റിയാക്ട് ചെയ്യാൻ പാടില്ല, അതേപോലെ ക്ഷമിക്കണം, ശുഭഭാവന വയ്ക്കണം, ആ വ്യക്തി മാറും. എന്നിട്ട് പറഞ്ഞു കൊടുക്കണം. ഹരേക്ക് സ്വഭാവ സംസ്കാർ ഹെ കോയി സമ്പന്ന നഹി ബനെ ഹെ. ഓരോരുത്തരും സ്വഭാവ സംസ്കാരം അവരവരുടേതാണ്, ആരും ഇവിടെ സമ്പന്നമൊന്നും ആയിട്ടില്ല. 19-20 കുച്ച് നാ കുച്ച് കമി പേശി ഹേ ഹി. എല്ലാവരിലും അല്പം സ്വല്പം എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ട്, ആരും സമ്പൂർണ്ണമായിട്ടില്ലല്ലോ, എല്ലാവരും പുരുഷാർത്ഥികളാണ്. പക്ഷേ നമ്മുടെ ഇടയിൽ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് വെറുപ്പുണ്ടാവാൻ പാടില്ല. നമ്മളുടെ ഇടയിൽ പരസ്പരം നല്ല സ്നേഹം ഉണ്ടായിരിക്കണം, പരസ്പരം വിശ്വാസം ഉണ്ടായിരിക്കണം. തോ ഇസ്സേ ഹം റെസ്പെക്റ്റ് സേ ബാത് കർത്തേ ഹെ. അപ്പോൾ നമ്മൾ ബഹുമാനത്തോടെ സംസാരിക്കും. അഗർ ലവ് ഹേ ഫെയ്ത്ത് നഹി ഹേ തോ ബി റെസ്പെക്ട് നഹി ഹോ സക്. നമുക്ക് സ്നേഹമുണ്ട് പക്ഷെ അവരുടെ മേലെ വിശ്വാസം ഇല്ലെന്നിരിക്കട്ടെ, അപ്പോഴും ബഹുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബഹുമാനവും കൂടെ വേണം, അല്ലെങ്കിൽ വിശ്വാസവും കൂടെ വേണം, അത് വളരെ അത്യാവശ്യമാണ്. പിന്നെ സ്നേഹവും വേണം, വിശ്വാസമുണ്ട് സ്നേഹമില്ലെങ്കിലോ, രണ്ടും വേണം. തോ ലവ് ഫെയ്ത്ത് ഫിർ റെസ്പെക്റ്റ് ലവ്. ആദ്യം സ്നേഹം പിന്നെ വിശ്വാസം, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബഹുമാനം ഉണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിയമപ്രകാരം നമ്മൾ നടക്കും. നമുക്ക് ബഹുമാനം ഇല്ലെങ്കിൽ നമ്മൾ നിയമം തെറ്റിക്കും, നമ്മൾ സ്നേഹത്തോടെ പറയില്ല, ദേഷ്യപ്പെടും, അത് നിയമം തെറ്റിക്കലല്ലേ. तो हम फ़ौरन किसी को डांट नहीं दे. അതുകൊണ്ട് ആരെയും നമ്മൾ വഴക്ക് പറയരുത്, അശ്ലീലമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാനേ പാടില്ല ഒരിക്കലും. പിന്നെ നല്ല വാക്കുകളാണെങ്കിലും വഴക്ക് പറയാൻ പാടില്ല, വഴക്ക് പറയുന്ന ടോൺ, ആ ഭാവം ഉണ്ടാവരുത്. कि यह क्या करती हो, यह नहीं करना चाहिए, ഇതെന്തേ കാണിക്കുന്നത്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറയാൻ പാടില്ല. ആരും എന്തെങ്കിലും സംഭവിച്ചാലും സ്വഭാവമാണ്, മനുഷ്യൻ്റെ സ്വഭാവമല്ലേ തെറ്റുപറ്റുക എന്നുള്ളത്, അങ്ങനെ വേണേൽ എടുക്കാനായിട്ട്. ലവ് സേ കോയി ബാത്ത് ഇഷാരമേ ദേനി ഹോ ഭലേ ദോ. എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് സൂചിപ്പിക്കണമെങ്കിൽ സൂചിപ്പിച്ചോളൂ, പക്ഷേ സ്നേഹത്തോടെ. പറഞ്ഞു ദിൽമേ സബ്കെ ലിയേ ഫെയ്ത്ത് ഹോ. എല്ലാവരെയും പ്രതി ഹൃദയത്തിനുള്ളിൽ വിശ്വാസം വേണം, ലവ് ഹോ റെസ്പെക്റ്റ് ഹോ, സ്നേഹം വേണം, ബഹുമാനം വേണം. ആപ് ഹരേക്ക് ദാദി ഹോ. ബാബാ ने आप सब दादियों को निमित्त बनाया है. നിങ്ങൾ ഓരോരുത്തരും ദാദിമാരെ പോലെയാണ്. ബാബ എല്ലാ ദാദിമാരെയും ദീദിമാരെയും നിമിത്തമാക്കിയിരിക്കുകയാണ്. ഇവിടെ ആരും വലുതുമില്ല, ആരും ചെറുതുമില്ല. അതുകൊണ്ട് വലുത് ചെറുതുള്ള ദേഹാഭിമാനമില്ല, അഹങ്കാരമില്ല.
എല്ലാവരും ബാബയുടെ കണ്ണിലെ കൃഷ്ണമണികളാണ്, കണ്ണിൻ്റെ വെളിച്ചമാണ്, കണ്ണിലുണ്ണികളാണ്. പ്രകാശ് മണി അത് പറയാം, നിങ്ങളൊക്കെ എൻ്റെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ട സഖിമാരാണ്. എനിക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്. आप बहने सारे विश्व की सेवाओं के निमित्त हो. നിങ്ങൾ ഓരോ സഹോദരിമാരും മുഴുവൻ ലോകത്തിൻ്റെ സേവ ചെയ്യാൻ നിമിത്തമാണ്. നിങ്ങൾക്കും ബാബയാണ് എല്ലാം, സർവസ്വം. എല്ലാവരും ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നവരാണ്. ऐसे आप भी सबको समान दृष्टि से देखते. ഞാൻ അങ്ങനെ നിങ്ങളൊക്കെ കാണുന്നത്. നിങ്ങളതുപോലെ എല്ലാവരെയും സമാനമായിട്ട് കാണും. അവരെന്നേക്കാൾ ചെറുതാന്ന് പറഞ്ഞ് കാണണ്ട. അങ്ങനെ സ്നേഹവും ബഹുമാനവും കൊടുക്കൂ. അപ്പം ബാലൻസ് ഉണ്ടായിരിക്കും. ആരും വളരെ സ്ട്രിക്റ്റാണെന്നും പറയില്ല, വളരെ ലൂസാണെന്നും പറയില്ല. പിന്നെ മധുബനിൽ സീനിയേഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിങ്ങിൽ സഹോദരിമാരെടുത്ത ക്ലാസ്സാണ്. അപ്പോൾ നടന്ന ജ്ഞാന ചർച്ചയാണ്. 27/11/2020 നടന്ന മീറ്റിംഗാണ്. പറയണ സമയം, പരിസ്ഥിതി ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ബട്ടി ചെയ്യാം, മീറ്റിംഗ് വയ്ക്കാം, ജ്ഞാന ചർച്ച ചെയ്തൊക്കെ വളരെ വളരെ അത്യാവശ്യമാണ്. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ മഹത്വപൂർണ്ണമായിട്ടുള്ള നിറയെ കാര്യങ്ങൾ ഉണ്ടാകും. സമയക്കോ ദേഖ്തേ ഹുയേ ഹം സബ്കോ ഫരിസ്ത ബനായെ. വർത്തമാന സമയത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട്, ആവശ്യം മനസ്സിലാക്കിയിട്ട് നമുക്കിപ്പോൾ മാലാഹകളാകേണ്ടിയിരിക്കുന്നു. ഡബിൾ ലൈറ്റ് ആവണം, കർമാതീത സ്ഥിതിയിൽ നമ്മൾ എത്തിച്ചേരണം. മുഴുവനും ബ്രാഹ്മണ പരിവാരത്തിലുള്ള അംഗങ്ങൾക്കും നല്ല ഉത്സാഹവും ഉന്മേഷവും സന്തോഷവും കൊടുക്കാൻ നമ്മൾ നിമിത്തമാകണം. അങ്ങനെ സമയം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ പല പല പരിസ്ഥിതികൾ നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചിട്ട് ബാബ എങ്ങനെ പരന്താമത്തിന് എല്ലാറ്റിനെയും സാക്ഷിയായിട്ട് നാടകം കാണുന്ന പോലെ കാണുന്നു, നമ്മൾ അങ്ങനെ കാണണം. ഇതെല്ലാം ജസ്റ്റ് നാടകം കാണുന്ന പോലെ എല്ലാം കാണണം. അങ്ങനെ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ടായിരിക്കും. हम भले एक दूसरे से दूर रहते हैं परंतु हम सबके दिल तो मिले हुए ही हैं. നമ്മൾ ഓരോരുത്തരും ലോകത്തിൻ്റെ ഓരോ കോണിൽ സേവയ്ക്ക് നിമിത്തമായിട്ടുള്ളവരാണ്. ദൂരെയാണ്, ദേഹം കൊണ്ട് ദൂരെയാണ്, പക്ഷേ ഹൃദയം കൊണ്ട് നമ്മളെല്ലാവരും സമീപത്താണ്. തീർച്ചയായിട്ടും ബാബയുടെ അലൗകിക പരിവാരത്തിൻ്റെ ഓർമ്മ നമുക്ക് എല്ലാവർക്കും വരും. അവർക്ക് സുഖമാണോ, ഇവർക്ക് സുഖമാണോ. മിൽനെ സേ ഏക് ദോ കെ നസ്തിക്കാത്തെ ഹെ, ലേൻ ദേൻ കർത്തേ ഹെ. പരസ്പരം നമ്മൾ ഒന്നിച്ച് കൂടുമ്പോൾ നമ്മൾ ക്ലോസ് ആവണം, ദേഹം കൊണ്ടും ക്ലോസ് ആവാണ്. പരസ്പരം നമ്മൾ ആശയങ്ങൾ കൈമാറുകയാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. മറ്റുള്ളവർക്കും നമ്മളിന്ന് പഠിക്കാൻ പറ്റും, നമ്മൾ അവരിൽ നിന്നും പഠിക്കുന്നുണ്ട്. വർത്തമാന സമയത്ത് ലോകത്തിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ബാബ നമുക്ക് നത്തിങ് ന്യൂ എന്ന പാഠം പക്കാക്കി. बाबा ने कहा हुआ है कि बच्चे ऐसा समय आएगा जो तुम बच्चे घर से नहीं निकल सकेंगे. ബാബ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇനി അങ്ങനത്തെ ഒരു സമയം വരാൻ പോകണം, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. അങ്ങനത്തെ സമയം ഇപ്പോൾ ഇതാ അടുത്തെത്തി കഴിഞ്ഞു, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്ഥൂലമായിട്ട് തീർച്ചയായിട്ടും അറ്റൻഷൻ വയ്ക്കണം, അത് ആവശ്യമാണ്. परंतु बाबा ने हमको विश्व कल्याण के निमित्त बनाया हुआ है. നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ഇപ്പോൾ കൊറോണ ആണ്, നമുക്ക് കൊറോണ വരാതിരിക്കാൻ നമ്മൾ നമ്മളെ രക്ഷിക്കണം. പക്ഷേ നമ്മൾ വിശ്വമംഗളകാരികളും കൂടിയാണ്, നമ്മുടെ മാത്രം കാര്യം ചെയ്താൽ പോരാ. അപ്പോൾ നമുക്ക് വേറെ വിശേഷ കർത്തവ്യങ്ങളും കുറേ ഉണ്ട്. നമ്മുടെ കടമയാണ് ആടാത്ത ഒലയാത്ത സ്ഥിതി ഉണ്ടാക്കിയെടുക്കണം. ഇതൊന്നും നമ്മുടെ സ്ഥിതിയെ ഒലയ്ക്കരുത്. इसके लिए बाबा ने जो जो हम बच्चों को शिक्षाएं दी है उनको अपने अंदर रिवाइज करते. അതിനെന്ത് ചെയ്യണം? എങ്ങനെ ആടാതെ ഉല്ലാതെ നിൽക്കാൻ പറ്റുക? ബാബ നമുക്ക് തന്നിരിക്കുന്ന ജ്ഞാനത്തെ റിവൈസ് ചെയ്യണം. അങ്ങനെ നമ്മളെ ശക്തിശാലിയാക്കണം. जहाँ भी हम जा रहे हैं वहाँ पर ऐसा शक्ति कुंड बनाके रखे. നമ്മൾ എവിടെ പോയാലും അവിടെ ശക്തി കുണ്ഡമാകണം. നമ്മുടെ പ്രസൻസ് തന്നെ ആൾക്കാർക്ക് ശക്തി പ്രദാനം ചെയ്യണം. അവിടുത്തെ വായുമണ്ഡലം എന്തായിക്കോട്ടെ, അവിടുത്തെ ആൾക്കാർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, നമ്മൾ അവരുടെ കൂടെ കൂടിയിട്ട് ഹാ എന്ന് പറയരുത്. നമുക്ക് വിശേഷമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ബാബ തന്നിട്ടുണ്ട്. നത്തിങ് ന്യൂ, ഡ്രാമ എന്നൊക്കെ തന്നിട്ടുണ്ട്. ഇതിലും മംഗളമുണ്ട്. ആ കാഴ്ചപ്പാട് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇല്ല, കൊറോണ വന്നപ്പോൾ എല്ലാവരും സമയത്ത് വീട്ടിലേക്ക് വരാൻ തുടങ്ങി, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് ലേറ്റായിട്ടേ വരുള്ളൂ. ഇപ്പോൾ കുട്ടികളായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, എല്ലാവരും സമയത്ത് വീട്ടിലെത്തും. പണ്ട് കാലത്ത് സ്ത്രീകൾ മാത്രമേ സമയത്ത് വീട്ടിലെത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പുറത്തിങ്ങനെ കറങ്ങി നടക്കും. അത് മാറിയില്ലേ? ഹോട്ടലിൽ ഇല്ലാണ്ടായി, വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. സിനിമാ തിയേറ്റർ ഇല്ലാണ്ടായി, അതുകൊണ്ട് സിനിമ കാണേണ്ട ആവശ്യം വന്നില്ല.
എന്തൊക്കെ പരസ്പരം സംബന്ധം ഉണ്ടായി വീട്ടിനുള്ളിലുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എത്ര നല്ല കാര്യങ്ങളുണ്ടായിട്ടുണ്ട്, അതൊക്കെ ചർച്ച ചെയ്യാമല്ലോ. അതുകൊണ്ട് നമ്മൾ എവിടെയുണ്ട് അവിടെ അത് ശക്തികുണ്ഡമായിട്ട് മാറണം. ഹരേക്കോ ശാന്തിക്ക് അനുഭവം, നമ്മൾ എവിടെയുണ്ട് അവിടെ ഉള്ളവർക്കൊക്കെ ശാന്തി അനുഭവിക്കാൻ സാധിക്കണം, നല്ല ശാന്തി സുഖം അനുഭവിക്കാൻ സാധിക്കണം. കിസ് രീതി സേ ഹം സേവാക്കെ പ്രോഗ്രാം ബനായേ, എങ്ങനെയാണ് നമ്മൾ സേവയുടെ പ്രോഗ്രാംസ് തയ്യാറാക്കേണ്ടത്? ജോ ഹം ബി ലാഭ് ലേത്തെ രഹേ ഓർ ബാക്കി ഭായി ബഹനെ ബി ലാഭ് ലേ, നമുക്കും അതിൻ്റെ നേട്ടെടുക്കാൻ സാധിക്കണം, ബാക്കിയുള്ളവർക്ക് അതിൻ്റെ നേട്ടെടുക്കാൻ സാധിക്കണം. ഏസാ പ്രോഗ്രാം ഇസ് മീറ്റിംഗ് മേ ബനാന ഹെ, അങ്ങനത്തെ പ്രോഗ്രാം നമുക്ക് ഈ മീറ്റിങ്ങിൽ തയ്യാറാക്കണം എന്ന് പറഞ്ഞു. ബ്രാഹ്മൺ മാനാ ഹെ സേവാദാരി, ലേക്കിൻ സമയ അനുസാർ സേവാ की रूपरेखा बदलना जरूरी हो गया है. ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ തന്നെ സേവാധാരിയാണ്. പക്ഷേ സേവ എപ്പോഴും ഒരേപോലെയല്ല. ഇപ്പം ഇങ്ങനെ ബാബ വരുന്നതിൻ്റെയും മെത്തേഡ് മാറി. പണ്ട് ബാബ ഓരോരുത്തരോട് അരമണിക്കൂർ സംസാരിക്കായിരുന്നു. പിന്നെ ബാബ ജസ്റ്റ് സംസാരിച്ചിട്ട് ടോളി കൊടുക്കും, ദൃഷ്ടി കൊടുക്കും. ആരംഭത്തിൽ സംസാരിക്കുകയും ചെയ്യും, ടോളിയും കൊടുക്കും, ദൃഷ്ടിയും കൊടുക്കും. പിന്നെ എന്തായി, ഗ്രൂപ്പായിട്ട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ബാബ ഇപ്പോൾ വരുന്നേ ഇല്ല. പണ്ടത്തെ CD ഇട്ട് നമ്മൾ കാണുകയാണ്, മാറിയില്ലേ? അതുപോലെ സേവയുടെയും മെത്തേഡ്സ് മാറും. ജിസ്മേ ഹമേ ഖുദ് കി സ്ഥിതി മേ ബി ഫായ്ദ ഹോ, അപ്പോൾ അങ്ങനത്തെ സേവയാണ് വരാൻ പോണ സേവ. നമ്മുടെ സ്ഥിതിയും ശ്രേഷ്ഠമാകും ആ സേവയിലൂടെ. പിന്നെ മറ്റുള്ളവർക്ക് നേട്ടം ഉണ്ടാവും നമ്മളിൽ നിന്ന്. ആജ്കൽ ഇൻ്റർനെറ്റ് ദ്വാര ബഹുത് അച്ചി സേവായ ഹോ രഹി ഹെ. ഇപ്പം ആൾക്കാർ ഒന്നിച്ചു കൂടാൻ പാടില്ല, അത് കാരണം ഇൻ്റർനെറ്റിലൂടെ നന്നായിട്ട് സേവ നടക്കുന്നുണ്ട്. വെബിനാറും മീറ്റിങ്ങും ഓൺലൈൻ കോഴ്സുകളും എല്ലാം നടക്കുന്നുണ്ട്. ഓൺലൈനിലൂടെ മുരളിയും, പണ്ടൊക്കെ നമ്മുടെ സെൻറ്ററിൽ വരുന്ന മുരളി വന്നിട്ട് സെൻറ്ററിലത്തെ മുരളി മാത്രമായിരുന്നു കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തെയും മുരളി കേൾക്കുന്നുണ്ട്. ജോ സേവ സാക്കാർമേ, നമുക്ക് സാക്കാറിൽ അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റാത്ത ജോലി പോലും ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. जैसे लास्ट अव्यक्त मुरली थी कि बच्चों को अब अपने संकल्प और समय पर बहुत ध्यान देना है. കഴിഞ്ഞ അവ്യക്ത മുരളിയിൽ ബാബ പറഞ്ഞായിരുന്നു കുട്ടികൾക്ക് സങ്കല്പത്തിൻ്റെ മേലെയും സമയത്തിൻ്റെ മേലെയും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സംഗമയുഗത്തിൽ ഈ രണ്ടും വളരെ മഹത്വപൂർണ്ണമായതാണ്. മനസ്സാ സേവ ചെയ്യണം. ബാബ തോ कहते हैं दिन रात योग करो. പിന്നെന്താ പറയണത് ബാബ? രാത്രി പകൽ യോഗ ചെയ്യും. എത്ര യോഗ ചെയ്താലും പോരാന്നാണ് പറയണത് ബാബ. ആത്മാഭിമാനി ഹോക്കർ ബേട്ടോ, ആത്മാഭിമാനിയായിട്ട് ജീവിക്കൂ. സബ്കോ സാവധാൻ കറോ, മറ്റുള്ളവർക്ക് നിങ്ങൾ അറ്റൻഷൻ, ആത്മാഭിമാനിയാണോ എന്ന് ചോദിക്കൂ. അവരുടെ അറ്റൻഷൻ ആത്മബോധത്തിലേക്ക് തിരിച്ചു വിടും. എത്രത്തോളം നിങ്ങൾക്ക് എല്ലാവരുടെ സ്നേഹമുണ്ടോ അത്രത്തോളം തന്നെ ഡിറ്റാച്ച്ഡും ആയിരിക്കണം, നിസ്സംഗതയും വേണം. അങ്ങനെ ജീവിക്കൂ. അങ്ങനെ നമ്മൾ സേവ ചെയ്താൽ उसे हम अपने साथियों को, स्टूडेंट को और विश्व को लाभ दे सकेंगे. അപ്പോൾ നമ്മൾക്കും നേട്ടം ഉണ്ടാവും, നമ്മുടെ കൂടുതലുകൾക്കും നേട്ടം ഉണ്ടാവും, മുഴുവൻ ലോകത്തിനും നേട്ടം ഉണ്ടാവും, വിദ്യാർത്ഥികൾക്ക് നേട്ടം ഉണ്ടാവും, ഈശ്വരീയ വിദ്യാർത്ഥികൾക്ക്. ഹമേ സമയം മില ഹെ സോ ഉന്നതി ഓർ മനസാ സേവാ കേലി. സോ ഉന്നതിക്ക് മനസാ സേവയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സമയം കിട്ടിയിരിക്കുന്നത്. ഈ കൊറോണ വന്നത് നമുക്ക് വേണ്ടിയാണ്. സോ ഉന്നതി ചെയ്യാനും മനസാ സേവയ്ക്ക് വേണ്ടിയിട്ട്. എത്രത്തോളം നമുക്ക് അറ്റൻഷൻ ഉണ്ടായിരിക്കും അത്രത്തോളം നമ്മുടെ പെരുമാറ്റത്തിലും മുഖത്തിലും അത് പ്രകടമാകും. ആൾക്കാർക്ക് അതിൽ നിന്ന് പ്രോത്സാഹനം എടുക്കാൻ പറ്റും. ബാബ നമുക്ക് തൻ്റെ പരിചയം തന്നു. ഇനി നമ്മുടെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ബാബയെ നമുക്ക് പ്രത്യക്ഷമാക്കണം. നമുക്ക് ബാബയെ മനസ്സിലായി. ഇനി നമ്മുടെ മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ആൾക്കാർക്ക് ബാബയെ വായിച്ചെടുക്കാൻ സാധിക്കണം, മനസ്സിലാക്കാൻ സാധിക്കണം. ഓർ ദേഖ്നാ കി ഹം ബാബ് സമാൻ ബനെ ഹേ യാ നഹി, നമ്മൾ ബാബ് സമാൻ ആയോ ഇല്ലേ എന്ന് നമ്മളെ പരിശോധിക്കണം. യാ ക്യാ കമ്മി രഹി ഹെ, അത് എന്ത് കുറവാണ് ഇപ്പം ബാക്കി അവശേഷിക്കുന്നത്, അത് ധാരണ ചെയ്യണം. ഹമാരി ദാദിമാരൊക്കെ സാകാരത്തിൽ നമ്മുടെ ഛത്രഛായയായിരുന്നു. ഇപ്പോൾ അവ്യക്തമായിട്ട് നമ്മുടെ കൂടെ ഛത്രഛായയായിട്ടുണ്ട്. എന്താണോ സമയം, എങ്ങനെയാണോ പരിസ്ഥിതി, ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് എങ്ങനത്തെ സമയം, എന്ത് പരിസ്ഥിതി ആയിക്കോട്ടെ സന്തോഷമായിട്ടിരിക്കണം. വിഘ്നങ്ങളുണ്ടെങ്കിൽ നിവാരണം കണ്ടുപിടിക്കണം. ബാക്കി സന്തോഷം കളയരുത്. നമ്മളൊക്കെ ശിവശക്തികളാണ്, നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, അതിനുള്ള പവർ നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് ബാബയുടെ യജ്ഞമാണ്. തോ ബാബാ കെ സാത്ത് സേ ദാദിയോ കി മദദ് സേ, അങ്ങനെ ബാബ നമ്മുടെ കൂടെയുണ്ട്. ബാബയുടെ യജ്ഞമാണ്, ബാബയുടെ കൂടെ. ദാദിമാർ നമ്മുടെ മുന്നിൽ ജീവിച്ച എക്സാമ്പിളായിട്ട് ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ അനുഗ്രഹമുണ്ട് നമ്മുടെ മേലെ. അപ്പം സദാ നിർവിഘ്നമാകാൻ പറ്റും, വിഘ്നങ്ങളെ വിനാശം ചെയ്യാൻ പറ്റും. അങ്ങനെ സദാ നിർവിഘ്ന അവസ്ഥ നമ്മൾ അനുഭവിക്കണം. അച്ഛാ, ഓം ശാന്തി.
സോ ഉന്നതിക്ക് വേണ്ടിയുള്ള പുതിയ പ്ലാൻസൊക്കെ ഉണ്ട്. ഓരോരുത്തരുടെയും യൂത്ത്സിൻ്റെ ഉന്നതിക്ക് എന്ത് ചെയ്യണം, അമ്മമാരുടെ ഉന്നതിക്ക് എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത വ്യാഴാഴ്ചത്തെ പത്രപുഷ്പത്തിൽ പറയാം. ഓം ശാന്തി. ഒരു മിനിറ്റ് ഈശ്വരനെ ഓർമ്മിക്കാം.